ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ഗംഭീര പടം കണ്ടിരിക്കുന്നത്. അതിന്റെ എക്സൈറ്റ്മെന്റ് എനിക്ക് ഇപ്പോഴും ഉണ്ട്. അല്ല, കാണാൻ പോണേക്കാട്ടി മുമ്പ് എക്സൈറ്റ്മെന്റ് അതിന് വലിയൊരു പടമായി പോയി വിചാരിക്കണേക്കാട്ടി അപ്പുറം. ആ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ അത്രയും കണ്ടില്ല. ട്രെയിലറിലൊന്നും എനിക്ക് അത്രയും ഗംഭീര പടമായിട്ട് തോന്നിയില്ല. ഷോ ഇതാണ് ട്വിസ്റ്റിലൊക്കെ വെച്ച് സിനിമയുടെ ട്വിസ്റ്റാണ് ട്വിസ്റ്റ്. ലാസ്റ്റിലൊരു ട്വിസ്റ്റ് ഉണ്ട്, അത് നിങ്ങളാരും പ്രതീക്ഷില്ല. ഞാൻ തല കറങ്ങി വീഴാൻ ട്വിസ്റ്റ്. അത്രയും പെട്ട ട്വിസ്റ്റാണ് സാധനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മായക്കളെ ബേസ് ചെയ്തിട്ടുള്ള കഥയാണ്. മായക്കളെ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു ആ സിനിമ, ഉറപ്പാണ്. ഈ മായയുടെ മാസ്റ്ററും അതിനൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ അതിനെല്ലാം മെയിനായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ഇതിനായിട്ടൊക്കെ ഒരു ബന്ധമുണ്ട് മായക്കളെ കുറിച്ചുള്ള. മായയുടെ മാസ്റ്റർ ആ സംഭവങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്ററി സിനിമയാണ്. ഒരു മിസ്റ്ററി അങ്ങനെ പറയാം, മിസ്റ്ററി അതൊക്കെ പറയും, മിസ്റ്ററി ടൈപ്പ് പടമാണ്. ഇതിൽ ലാസ്റ്റ് ഡിഷുകൾ തീരെ വിചാരിക്കാതെ ഒരു ഡിഷാവും. സത്യം പറയാലോ, ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇപ്പൊ ഒരു കുഗ്രാമം അവിടെ നടക്കണ കുറച്ച് ഒരു നല്ല സ്ഥലമുള്ള ഒരു സ്ഥലത്ത് നടക്കുന്ന കഥയാണ്. ഇതിനെ കുറിച്ച് എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം സ്പോയിലറോ അത് ഉറപ്പാണ്. വിചാരിക്കണം, മിനിറ്റ് ട്വിസ്റ്റ് അറിയാൻ പറയുന്നത്. ഒരു സെക്കൻഡ് ഹാഫ് കഴിയണോടുകൂടി ട്വിസ്റ്റാണ്. സെക്കൻഡ് ഹാഫ് ഇന്റർവെൽ ആവണായിട്ട് തൊട്ട് ഒരു 5 മിനിറ്റ് മുമ്പ് ട്വിസ്റ്റ് ഉണ്ടാവും. പിന്നെ നിർത്തില്ല. പക്ഷെ നമ്മളെ ഇത് മാരിയല്ല, സിനിമയുടെ പേര് മറ്റേ മിറാജ് മാരിയല്ല അത്. ഇതൊക്കെ ഒരു നല്ലൊരു ട്വിസ്റ്റ്. മിറാജിലൊക്കെ ഉള്ള ട്വിസ്റ്റ് മാരിയല്ല, വേണ്ട സിനിമയായി പോയിട്ടാ. പിന്നെ കാണാൻ നല്ല ഇയറി വേണം, സൗണ്ട് എക്സ്പീരിയൻസ് ഒക്കെ അത്രയും പോണം, അത്രയും എഫക്റ്റ് കിട്ടണം. എനിക്ക് അത്രയും പാട് മാത്രമേ. എനിക്ക് സിനിമ സിനിമ ട്രെയിലർ കാണുമ്പോൾ എനിക്ക് ഇത്രയും തോന്നിയില്ല. സത്യം പറഞ്ഞിട്ട് നിർത്താൻ പറ്റില്ല. ട്രെയിലർ കാണുമ്പോ നമ്മള് ഏതെന്തൊട്ട് സിനിമ ഞാനും ഇത് കാണാൻ പോണത് വിചാരിച്ചിട്ട് പോയതല്ല. കണ്ടിട്ട് ഈ സാധനം അപ്പൊ നിങ്ങള് നല്ല തിയേറ്ററിൽ പോയി കാണാൻ. ഞാൻ അത്രയും നല്ല ഇതിലൊന്നല്ല പോയത്. അപ്പൊ നിങ്ങള് മാക്സിമം നല്ല പോവുക. ഞാൻ അല്ലെങ്കിൽ എല്ലാ സിനിമയ്ക്കും നല്ല തിയേറ്ററിൽ പോകണം. നിങ്ങൾ എന്തായാലും നല്ല തിയേറ്ററിൽ പോവാ നോക്കാം. തിയേറ്ററിന്റെ പേരൊന്നും ഞാൻ പറയില്ല, ഇനിയിപ്പോ അങ്ങനെ പ്രശ്നമാവണ്ട. അപ്പൊ ഓക്കെ ബൈ. അപ്പൊ നിങ്ങൾ എല്ലാവരും പോയി സിനിമ കാണണം കേട്ടോ. ഇതാണ് സിനിമ. അപ്പൊ ഓക്കെ ബൈ.